എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 38ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഗംഗാനദി ഭൂമിയിലേക്ക് വന്ന് ഭഗവാൻ സുബ്രഹ്മണ്യനെ പരിചരിച്ച കഥയും അതുപോലെ തന്നെ അമ്മയായി തീർന്ന കഥയും അതുപോലെ സുബ്രഹ്മണ്യൻ്റെ ജനനവും സുബ്രഹ്മണ്യൻ്റെ യുദ്ധവുമൊക്കെ പറഞ്ഞു. അങ്ങനെ ഗംഗയുടെ ഒരു ഭാഗം പറഞ്ഞു നിർത്തിയിട്ട് ഗംഗ ഭൂമിയിലേക്കും, അതായത് സ്വർഗ്ഗലോകത്തുനിന്ന് ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്കും ഒക്കെ പോവാനുണ്ടായ ഒരു സാഹചര്യത്തിനെ പറ്റി മറ്റൊരു കഥ കൂടി പറയാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. താം കഥാം കൗശികോ രാമേ നിവേദ്യ മധുരാക്ഷരാം പുനരേവാപരം വാക്യം കാകുത്സ്ഥമിതമബ്രവീത്. താം കഥാം കൗശികോ രാമേ നിവേദ്യ താം മധുരാക്ഷരാം കഥാം. വളരെ രസകരമായിട്ടുള്ള ആ കഥ, അതായത് വിശ്വാമിത്രൻ വളരെ ആകർഷകമായിട്ട് നല്ല ഭാഷയിലാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീരാമനും ലക്ഷ്മണനും മറ്റ് മുനിമാരൊക്കെ ഉണ്ട്. വിശ്വാമിത്രൻ്റെ കൂടെ സഞ്ചരിക്കുന്നവരായിട്ടുള്ള മുനിമാർ കുറേ പേരുണ്ട്. അവരൊക്കെ ചുറ്റും ഇരുന്നു കൊണ്ട് ഈ കഥകൾ കേൾക്കുകയാണ്. അപ്പോൾ അവരോട് ഈ മധുരാക്ഷരമായിട്ടുള്ള കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം എന്ന് പറയുന്ന ആ മധുരാക്ഷരമൊക്കെ ഇവിടുന്ന് തന്നെയാണ് വരണത്. അങ്ങനെ മധുരമായിട്ടുള്ള അക്ഷരങ്ങൾ, മധുരമായിട്ടുള്ള വാക്കുകളിൽ കൂടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വിശ്വാമിത്രൻ. വാൽമീകി പറയണു, വാൽമീകിയുടെ കഥയിൽ വിശ്വാമിത്രൻ കഥ പറയണു. എന്നിട്ട് കഴിഞ്ഞില്ല, അതാണ് പറയണത്. പുനരേവാപരം വാക്യം കാകുത്സ്ഥം ഇതം അബ്രവീത്. പുനരേവ, പിന്നെയും, അതായത് ഗംഗയുടെ കഥ മുഴുവനായിട്ട് പറയണം എന്ന് പറഞ്ഞുവല്ലോ, അത് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനിയുണ്ട് കുറച്ചും കൂടിയും പറയാൻ എന്ന്. പുനരേവ അപരം വാക്യം കാകുത്സ്ഥം ഇതം അബ്രവീത്. അപരം വാക്യം ഇതം, മറ്റൊരു കഥ കൂടി പറയാനായിട്ട് ആരംഭിച്ചു. അബ്രവീത് പറഞ്ഞു. വിശ്വാമിത്രൻ രാമനോടും ലക്ഷ്മണനോടും ഒക്കെ ആയിട്ട് മറ്റൊരു കാര്യം കൂടി പറയാൻ ആരംഭിച്ചു. അതാണ് രണ്ടാമത്തെ ശ്ലോകം. നോക്കാം. ആ കഥ തുടങ്ങുകയാണ്. അയോധ്യാധിപതിർവീര പൂർവമാസീന്നരാധിപ സഗരോ നാമധർമാത്മാ പ്രജാകാമ സചാപ്രജ. പണ്ട് അയോധ്യയിൽ വളരെ വീരനായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ കഥ കുറച്ചുകൂടിയും ശ്രീരാമനുമായിട്ട് ചേർന്ന് പോണ കഥയാണ്. അതായത് അയോധ്യയിലെ ഒരു പണ്ടത്തെ മഹാരാജാവിൻ്റെ കഥ പറയാണ്. അയോധ്യ അധിപതി വീര പൂർവം ആസീത്. പൂർവം നരാധിപ കശ്ചന. വളരെ വീരനായിട്ട് ഒരു നരാധിപൻ രാജാവ് അയോധ്യാധിപതിയായിട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് സഗരോ നാമധർമാത്മാ. വളരെ ധാർമ്മികനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് സഗരൻ എന്ന്. അദ്ദേഹം പ്രജാകാമ സജാപ്രജ. പ്രജകളുണ്ടാകണം, പുത്രന്മാരുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനായിരുന്നു. എങ്കിലും മക്കളൊന്നും ഉണ്ടായില്ല കുറേ കാലത്തേക്ക്. കഥ പറഞ്ഞു വരുമ്പോൾ ദശരഥനും ഇങ്ങനെ തന്നെയായിരുന്നല്ലോ, കുട്ടികൾ ഉണ്ടായിരുന്നില്ല കുറേ കാലത്തേക്ക്. ഇവിടെ തപസ് ചെയ്യാൻ പോണ കഥയാണ്. മറ്റത് യാഗം ചെയ്തിട്ടാണ് കുട്ടികളുണ്ടായത് എന്നുള്ളതൊക്കെ ആ കഥകളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ സഗരന് കുട്ടികളുണ്ടായില്ല, പുത്രന്മാരുണ്ടാവണം എന്നുള്ള നല്ല മോഹം ഉണ്ടായിരുന്നു. പക്ഷേ സഹ ച അപ്രജ, പ്രജകളില്ലാത്തവനായിരുന്നു ആ മഹാരാജാവ്. സഗരൻ എന്നാണ് പേരുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പത്നിമാരെ പറ്റി പറയാണ്. വൈദർഭദുഹിതാ രാമ കേശിനീ നാമനാമത ജ്യേഷ്ഠാ സഗരപത്നി സാ ധർമ്മിഷ്ഠാ സത്യവാദിനി. വൈദർഭദുഹിത കേശിനി നാമ. വിദർഭരാജ്യത്തിലെ മകളായിട്ടുള്ള കേശിനി എന്നു പേരുള്ള ഒരു ഭാര്യ ഉണ്ടായിരുന്നു ഈ സഗരന്. അവളും എങ്ങനെയുള്ളവളായിരുന്നു? ധർമ്മിഷ്ഠ സത്യവാദിനി. വളരെ ധർമ്മിഷ്ഠയായിരുന്നു. ഭർത്താവിനെ പോലെ തന്നെ ധാർമ്മികത മുറുകെ പിടിക്കുന്നവളായിരുന്നു. സത്യം മാത്രമേ പറയാറുള്ളൂ. അങ്ങനെ വളരെ ഉത്തമ ഗുണശീലയായിട്ടുള്ള ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് കേശിനി. സാ ജ്യേഷ്ഠ. കേശിനി എന്നായിരുന്നു പേര്. സഗരപത്നിയാണ്, മൂത്ത ഭാര്യയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഭാര്യയും കൂടി ഉണ്ടാവും അവിടെ. അപ്പോൾ മൂത്ത ഭാര്യയായിട്ട് വിദർഭരാജ്യത്തിൻ്റെ മകള് കേശിനി എന്നൊരു പത്നി ഉണ്ടായിരുന്നു. അടുത്തത് രണ്ടാമത്തെ ഭാര്യയെ പറ്റി പറയാണ്. 4ാമത്തെ ശ്ലോകം നോക്കാം. അരിഷ്ടനേമേർദുഹിതാരൂപേണ പ്രതിമാ ഭുവി ദ്വിതീയാ സഗരസ്യാസീത് പത്നി സുമതി സംജ്ഞിത. അരിഷ്ടനേമേഹ ദുഹിത. അരിഷ്ടനേമിയുടെ മകള്,
അരിഷ്ടനേമി എന്ന് പറഞ്ഞിട്ടൊരു രാജാവാണ്. ആ രാജാവിൻ്റെ മകള് രൂപേണ ഭുവി അപ്രതിമ. ഭുവി രൂപേണ അപ്രതിമ. അവളോളം സൗന്ദര്യം ഈ ഭൂമുഖത്ത് ആർക്കും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതാണ് ഭുവി, ഭൂമി, ലോകത്തിൽ. രൂപേണ, അവളുടെ സൗന്ദര്യത്തോളം തുല്യമായിട്ട് മറ്റൊരുവൾ ഉണ്ടായിരുന്നില്ല. അതാണ് രൂപേണ അപ്രതിമ. അപ്രതിമ എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഉള്ളതിനെയാണ് പ്രതിമ എന്ന് പറയുന്നത്. അപ്രതിമ, തുല്യമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു ആ രണ്ടാമത്തെ ഭാര്യ. ദ്വിതീയ സഗരസ്യ ആസീത് പത്നി. സഗരസ്യ ദ്വിതീയ പത്നി ആസീത്. സഗരന് രണ്ടാമതൊരു ഭാര്യ കൂടി ഉണ്ടായിരുന്നു. ആ ഭാര്യയുടെ പേരാണ് സുമതി. സുമതി സംജ്ഞിത സഗരസ്യ ദ്വിതീയ പത്നി ആസീത്. സുമതി എന്ന പേരുള്ള ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു രണ്ടാമത് ഭാര്യയായിട്ട്. അപ്പോൾ ആദ്യത്തെ ഭാര്യ വിദർഭ രാജ്യത്തിൻ്റെ മകള്, അവളുടെ പേരായിരുന്നു കേശിനി. രണ്ടാമത്തെ ഭാര്യ രാജ്യം ഏതാണെന്ന് പറയണില്ല, അരിഷ്ടനേമി എന്ന പേരുള്ള രാജാവിൻ്റെ മകള് സുമതി എന്നായിരുന്നു അവളുടെ പേര്. അങ്ങനെ 2 ഭാര്യമാരെ വിവാഹം കഴിച്ചിട്ടും സഗരന് പുത്രഭാഗ്യം ഉണ്ടായില്ല. അപ്പോൾ എന്താണ് അവർ ചെയ്തത്? താഭ്യാം സഹ മഹാരാജ പത്നീഭ്യാം തപ്തവാംസ്തപ ഹിമവന്തം സമാസാദ്യ ഭൃഗുപ്രസ്രവണേ ഗിരൗ. മഹാരാജ, ആ മഹാരാജാവായിട്ടുള്ള സഗരൻ, താഭ്യാം പത്നീഭ്യാം സഹ, ആ 2 ഭാര്യമാരോട് കൂടിയിട്ട് തപഹ തപ്തവാൻ, തപസ് ചെയ്യാൻ ആരംഭിച്ചു. മക്കളുണ്ടാവാൻ വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള തപോവ്രതത്തിൽ ഏർപ്പെട്ടു. എവിടെയാണ് തപസ് ചെയ്യാൻ പോയത്? ഹിമവന്തം സമാസാദ്യ, ഹിമാലയ പർവ്വതത്തിനെ സമീപിച്ചിട്ട്, സമാസാദ്യ അതിൻ്റെ അടുത്ത് പോയിട്ട്, അതായത് ഹിമാലയത്തിൻ്റെ തന്നെ ഒരു പ്രത്യേക പർവ്വതത്തിൽ, ആ പർവ്വതത്തിൻ്റെ പേരാണ് ഭൃഗുപ്രസ്രവണം. ഭൃഗുപ്രസ്രവണം എന്ന പേരുള്ളതായ ഒരു പർവ്വതഭാഗത്ത്, ഈ ഹിമാലയം എന്ന് പറഞ്ഞാൽ കുറേ പർവ്വത നിരകളാണല്ലോ, അതിൽ ഒന്നിൻ്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞതായിട്ടുള്ള ഭൃഗുപ്രസ്രവണം. വേറെയും കുറേ പേരുകളുണ്ട്. കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു ശ്വേതപർവ്വതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ. ഗൗരി മണ്ഡലം എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഒരു ഭാഗമുണ്ട്. ഗൗരിഗിരി, ഗൗരി ശിഖരം എന്നു പേരുള്ള ഭാഗമൊക്കെ ഉണ്ട്. ഒക്കെ ഹിമാലയത്തിൻ്റെ തന്നെ ഓരോരോ പ്രദേശങ്ങളാണ്. ഇവിടെ സഗരനും ഭാര്യമാരും കൂടി തപസ് ചെയ്യാൻ പോയ പ്രദേശത്തിൻ്റെ പേരാണ് ഭൃഗുപ്രസ്രവണം എന്ന്. ആ ഒരു പർവ്വതത്തിൽ പോയിരുന്നിട്ട് തപഹ തപ്തവാൻ, തപസ് ചെയ്യാൻ ആരംഭിച്ചു. ഇവർ 3 പേരും കൂടിയിട്ട് തപസ് ചെയ്തു. അങ്ങനെ കാലം എത്ര കഴിഞ്ഞു? അതാണ് 6ാമത്തെ ശ്ലോകത്തിൽ. അഥ വർഷശതേ പൂർണേ തപസാരാധിതോ മുനി സഗരായ വരം പ്രാദാത് ഭൃഗുസത്യവതാം വര. കഴിഞ്ഞ ശ്ലോകത്തിൽ ഇവർ ആരെയാണ് തപസ് ചെയ്ത് പ്രസാദിപ്പിക്കാൻ പുറപ്പെട്ടതെന്ന് പറയണില്ല. ഇവിടെ ഭൃഗുമുനിയെ തന്നെയാണ് പ്രസാദിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. പേരിൽ തന്നെ, പർവ്വതത്തിൻ്റെ പേരിൽ തന്നെ ഭൃഗു ഉണ്ടല്ലോ. ഭൃഗുപ്രസ്രവണഗിരിയിൽ പോയിട്ട് ഭൃഗുമുനിയെ തന്നെ പ്രാർത്ഥിച്ച് വരം നേടുകയാണ് ചെയ്യണത്. അതാണ് അഥ വർഷശതേ പൂർണേ. അങ്ങനെ 100 വർഷം, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ, പൂർണ്ണമായപ്പോൾ, തപസാ ആരാധിത മുനിഹി, തപസ്സിനാൽ ആരാധിക്കപ്പെട്ടവനായ മുനി ഭൃഗു സഗരായ വരം പ്രാദാത്, സഗരനായിക്കൊണ്ട് വരം നൽകി. അതാണ് ഭൃഗുവിൻ്റെ വിശേഷണങ്ങൾ പറയാണ്. തപസാ ആരാധിത മുനിഹി സത്യപദാം വരഹ ഭൃഗു. വളരെ സത്യവാനായിരുന്ന ശ്രേഷ്ഠനായിട്ടുള്ള ആ മുനിവരൻ ഭൃഗു ഈ സഗരന് അനുഗ്രഹം കൊടുത്തു. സഗരനും ഭാര്യമാർക്കും വരം നൽകി. വരം പ്രാദാത് എന്നാണ് ഇവിടെ പറയുന്നത്. 100 കൊല്ലം തപസ് ചെയ്തപ്പോഴാണ് വരം ലഭിച്ചത്. എന്തായിരുന്നു വരം? അതാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപത്യലാഭസ്സു മഹാൻ ഭവിഷ്യതി തവാനഘ കീർത്തിം ച അപ്രതിമാം ലോകേ പ്രാപ്സ്യസേ പുരുഷർഷഭ. 8 കൂടി ചൊല്ലാം. ഏകാ ജനയിതാ താത പുത്രം വംശകരം തവ ഷഷ്ടിം പുത്രസഹസ്രാണി അപരാ ജനയിഷ്യതി. ഹേ അനഘ. അപ്പോൾ ഭൃഗുമുനി വന്നിട്ട് സഗരനോട് പറയാണ്, ഹേ അനഘ. അനഘൻ എന്ന് പറഞ്ഞാൽ പാപങ്ങളൊന്നും ചെയ്യാത്ത പുണ്യാത്മാവായിട്ടുള്ള അല്ലയോ സഗര മഹാരാജാവേ, അങ്ങക്ക് എന്തുണ്ടാവും? സുമഹാൻ അപത്യലാഭ ഭവിഷ്യതി തവ ഭവിഷ്യതി. അങ്ങക്ക് ധാരാളം മക്കളുണ്ടാവും. ഇപ്പോൾ മക്കളില്ല എന്ന് പറഞ്ഞിട്ട് ദുഃഖിച്ചിട്ടാണല്ലോ തപസ് ചെയ്യണത്. അങ്ങക്ക് ധാരാളം മക്കളുണ്ടാവും. അപത്യലാഭ സുമഹാൻ. സുമഹാൻ എന്ന് പറഞ്ഞാൽ ധാരാളം മക്കളുണ്ടാവും. മാത്രമല്ല കീർത്തിം ച അപ്രതിമാം ലോകേ പ്രാപ്സ്യസേ. അല്ലയോ പുരുഷർഷഭ, നരശ്രേഷ്ഠ മഹാരാജാവേ,
ലോകത്ത് വേറെ ആർക്കും കിട്ടാത്ത അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള കീർത്തിയും അങ്ങക്ക് കിട്ടും. അതാണ് ലോകേ അപ്രതിമാം കീർത്തിയും പ്രാപ്സ്യസേച്ച. ലോകത്ത് വേറെ ആർക്കും കിട്ടാത്തതായിട്ടുള്ള കീർത്തിയും യശസ്സും അങ്ങക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇനി കുട്ടികൾ ഉണ്ടാവണതിൻ്റെ രീതി എങ്ങനെയാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ 8ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ഏകാ ജനയിതാ താത പുത്രം വംശകരം തവ. അങ്ങക്ക് 2 ഭാര്യമാരുണ്ടല്ലോ, അതിൽ ഒരുവൾ ഏകാ, അവൾ എന്തു ചെയ്യും? വംശകരം പുത്രം ജനയിത. അല്ലയോ താത, താത എന്ന് പറഞ്ഞാൽ മകനെ എന്ന് സഗരനെ വിളിച്ചുകൊണ്ട് ഭൃഗു മഹർഷി പറയാണ്. ഒരു പുത്രനെ, ലോകത്തിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ളൊരു പുത്രനാവും. എല്ലാവർക്കും പേര് പറഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന വിധത്തിൽ അത്രയ്ക്ക് യശസ്വിയായിട്ടുള്ളൊരു പുത്രനെ ആ ഭാര്യ പ്രസവിക്കും. ഇനി മറ്റേ ഭാര്യയോ ഷഷ്ടിം പുത്രസഹസ്രാണി അപരാ ജനയിഷ്യതി. അപരാപത്നി, 2ാമത്തെ ഭാര്യ, 2ാമത്തെ എന്നല്ല, ഈ 2 പേരിൽ അടുത്തവൾ, 2ാമത്തെ അവൾ എന്തു ചെയ്യും? പുത്രസഹസ്രാണി, ഷഷ്ടിം പുത്രസഹസ്രാണി, 60,000 മക്കളെയും പ്രസവിക്കും. ഒരു ഭാര്യ ഒരു പുത്രനെ മാത്രം പ്രസവിക്കും, 2ാമത്തെ ഭാര്യ 60,000 മക്കളെയും പ്രസവിക്കും. അപ്പോൾ മക്കളില്ല എന്നുള്ളതിൻ്റെ വിഷമമൊക്കെ മാറിക്കിട്ടി. 60,001 പുത്രന്മാരുണ്ടാവും 2 ഭാര്യമാർക്കും കൂടിയിട്ട് എന്ന് പറഞ്ഞ് ഭൃഗുമുനി സഗരനെയും പത്നിമാരെയും ആശ്വസിപ്പിച്ചു. ആർക്കാണ് എത്ര മക്കളാണ് ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞില്ല. അതായത് ഈ കേശിനിയും സുമതിയും 2 ഭാര്യമാരാണുള്ളത്. അതിലൊരാൾക്ക് വംശത്തിന് വളരെ പ്രശസ്തി കൊടുക്കുന്നവനായിട്ടുള്ള ഒരു മകനുണ്ടാവും, മറ്റേ ആൾക്ക് 60,000 മക്കളും ഉണ്ടാവും. മൂത്തവള് താഴെയുള്ളവളെന്നുള്ള ഭേദമൊന്നും പറഞ്ഞില്ല. ഇനി ആരാണ് അങ്ങനെ ഒരു പുത്രനെ പ്രസവിക്കുന്നത്, 60,000 പുത്രന്മാരെ പ്രസവിക്കുന്നത് എന്നുള്ളതൊക്കെ അടുത്ത ദിവസം പറയും. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. താം കഥാം കൗശികോ രാമേ നിവേദ്യ മധുരാക്ഷരാം പുനരേവാപരം വാക്യം കാകുത്സ്ഥമിതമബ്രവീത്. അയോധ്യാധിപതിർവീര പൂർവമാസീന്നരാധിപ സഗരോ നാമധർമാത്മാ പ്രജാകാമസ്സ ചാപ്രജ വൈദർഭദുഹിതാ രാമ കേശിനീ നാമനാമത ജ്യേഷ്ഠാ സഗരപത്നി സാ ധർമ്മിഷ്ഠാ സത്യവാദിനി അരിഷ്ടനേമേർദുഹിതാരൂപേണ പ്രതിമാ ഭുവി ദ്വിതീയാ സഗരസ്യാസീത് പത്നി സുമതി സംജ്ഞിതാ താഭ്യാം സഹ മഹാരാജ പത്നീഭ്യാം തപ്തവാംസ്തപ ഹിമവന്തം സമാസാദ്യ ഭൃഗുപ്രസ്രവണേ ഗിരൗ. അഥ വർഷശതേ പൂർണേ തപസാരാധിതോ മുനി സഗരായ വരം പ്രാജാത് ഭൃഗു സത്യവതാം വര. അപത്യലാഭസ്സു മഹാൻ ഭവിഷ്യതി തവാനഘ കീർത്തിം ചാപ്രതിമാം ലോകേ പ്രാപ്സ്യസേ പുരുഷർഷഭ. ഏകാ ജനയിതാ താതപുത്രം വംശകരം തവ ഷഷ്ടിം പുത്രസഹസ്രാണി അപരാജനയിഷ്യതി. ഇതാണ് ഭൃഗുമുനി ആ ശ്രേഷ്ഠനായിട്ടുള്ള രാജാവ് സഗരന് കൊടുത്ത വരം. അതാണ് പുരുഷർഷഭൻ എന്നൊക്കെ പറഞ്ഞാൽ ശ്രേഷ്ഠനായിട്ടുള്ള, അല്ലയോ മഹാരാജാവേ, താത, പുത്ര എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ്. ഇതൊക്കെ സംബോധനയാണ്. ഭൃഗുമുനി സഗര മഹാരാജാവിനെ സംബോധന ചെയ്യുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പുത്രന്മാരുണ്ടാവും. ഒരാൾ ഒരു കുട്ടിയെ പ്രസവിക്കും, മറ്റാൾ 60,000 കുട്ടികളെ പ്രസവിക്കും. ഇനി ബാക്കി കഥകൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.